ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. ഇന്നത്തെ ഐറ്റം ഒരു സ്നാക്കാണ്. നല്ലൊരു ടേസ്റ്റി ആയിട്ട് എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള, നിങ്ങൾ സാധാരണയായിട്ട് ട്രൈ ചെയ്ത് നോക്കാത്ത ടൈപ്പുള്ള ഒരു സ്നാക്ക്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇന്നത്തെ ഈ സ്നാക്ക്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. വളരെ എളുപ്പമാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ ഒരു അരക്കപ്പ് തേങ്ങയിട്ട് അതിനെ ഒന്ന് ചൂടാക്കിയെടുക്കാം. നമുക്ക് ചെറുതായി ഒന്ന് ചൂടായാൽ മാത്രം മതി, അത് ഒരുപാട് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് നമ്മുടെ അവിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അവിലിനെയും ഇതുപോലെ തന്നെ ഒന്ന് ചൂടാക്കുക. ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അവിലിനെയും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ആ സോഗിനെസ് ഇല്ലാതിരിക്കാനാണ്. ഇനിയാണ് നമ്മുടെ അടുത്ത ഐറ്റമായിട്ടുള്ള 1 കപ്പ് നമ്മുടെ നേന്ത്രപ്പഴം, നന്നായി പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം കൂടി ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നേന്ത്രപ്പഴം നന്നായിട്ടൊന്ന് സ്മൂത്തായി നന്നായി കുക്കാവണം. ഇനി അതിലേക്ക് കുറച്ചും കൂടി ഒരു നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം നെയ്യും കൂടി ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഈ നേന്ത്രപ്പഴം നന്നായിട്ട് സോഫ്റ്റ് ആവണം. നേന്ത്രപ്പഴമാണ് ഇതിന് ഏറ്റവും നന്നായിരിക്കുന്നത്, വേറെ നമ്മുടെ ചിക്കിറ്റി എന്നല്ല. ഞാൻ ഉപയോഗിക്കുന്ന ഒരു അരക്കപ്പ് ശർക്കര പാനിയാണ്. ഇതാകുമ്പോൾ നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ളതാണ്. ശർക്കരയിൽ ഒട്ടും തന്നെ കല്ലും ഒന്നുമില്ലാതെ വേസ്റ്റ് ഒന്നുമില്ലാതെ അരച്ച് വെച്ചിട്ടുള്ളതായിരുന്നു. ഇനി നമുക്കതിനെ നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. ഇതെല്ലാം കൂടി മിക്സ് ആയതിന് ശേഷം ഇനി അതിനെ ഒന്ന് നമ്മൾ ഇതുകൊണ്ട് അതിനെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണം. ശർക്കര ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിട്ട് കൊടുക്കാം. കുറച്ച് നമ്മുടെ ഏലക്കായുടെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അവസാനം. അപ്പം നല്ലൊരു ഫ്ലേവറും കൂടി കിട്ടും. ഇത് ഇങ്ങനെ വെറുതെ ഉരുട്ടിയെടുത്ത് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം ഇതിനെ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം. വെള്ളമൊന്നും ചേർക്കരുത്. ഇത് തണുത്തതിന് ശേഷം ഞാനിതാ കുട്ടി കുട്ടി ഉരുളയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ ഇങ്ങനെയല്ല നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഇനി നമ്മളിതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് ഗോതമ്പ് മാവും 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇട്ടിട്ട് 1 ടീസ്പൂൺ ഷുഗറും കൂടി, പഞ്ചസാര ഇട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇതിനെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വാട്ടറി ആയിട്ട് തന്നെ എടുക്കണം. ഇത് ഒരുപാട് തിക്ക് ബാറ്റർ ആവരുത്. വളരെ ചെറിയൊരു കോട്ടിങ് മാത്രമേ നമ്മളിതിൽ കൊടുത്തിട്ട് വറുത്തെടുക്കുന്നുള്ളൂ. ഒട്ടും കട്ട കൂടാതെ തന്നെ ചെയ്തെടുക്കുക. കണ്ടോ, ഇങ്ങനെ ലൂസായിട്ടുള്ള അതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. കട്ടി വേണമെന്നുള്ളവർക്കാക്കാം, പക്ഷേ കട്ടിയേക്കാൾ എനിക്ക് തോന്നിയത് കുറച്ച് ലൂസ് ബാറ്ററിൽ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ആൻഡ് ടേസ്റ്റ് ഉണ്ട്. ഇതപ്പം നമ്മുടെ ബോളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി എണ്ണയൊന്ന് ചൂടാക്കുക. എണ്ണ നന്നായി ചൂടായ എണ്ണയിലേക്ക് വേണം എപ്പോഴും നമ്മൾ ഇതേമാതിരി വറുക്കുന്ന സാധനങ്ങൾ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇല്ല എങ്കിൽ ഉള്ളു വേവാതെ പുറം മാത്രം കറുത്ത് വരികയും ചെയ്യും. അപ്പോൾ അതിനാണ് നമ്മൾ അതുപോലെ തന്നെ എപ്പോഴും എന്ത് സാധനം വറുക്കുമ്പോഴും ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുക്കുക. ഇടുന്ന സമയത്ത് നല്ലോണം ചൂടിലിടുന്നതാണ് നല്ലത്. അപ്പോൾ എണ്ണ കുടിക്കാതിരിക്കും. അതുപോലെ എടുക്കുന്ന സമയത്തും നല്ലോണം ഹൈ ഫ്ലെയിമിൽ തന്നെ എടുക്കാനും നോക്കുക. ഇതിനെ തിരിച്ചാമറിച്ചാൽ ഒന്ന് ഇട്ടിട്ടുണ്ട്. നന്നായി ഒന്ന് ഗോൾഡൻ കളർ ആവണ വരെ നമുക്കതിനെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. അധിക സമയമൊന്നും വേണ്ട. ഒന്നാമത്തെ കാര്യം, അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ഇതാ നമ്മുടെ റെഡിയായി വരുന്നുണ്ട്, കണ്ടോ. ഇനി അപ്പം ഇതിനെ ഒന്ന് നമുക്ക് വാങ്ങി എടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റുള്ള ഒരു ഐറ്റമായി മാറും. കണ്ടോ, ഉള്ളൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. കയ്യിലൊന്നും എണ്ണയൊന്നും അധികം പിടിച്ചിട്ടില്ല. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് ഇന്നത്തെ ബനാന ബോൾസ്, നേന്ത്രപ്പഴം കൊണ്ടുള്ള സൂപ്പർ ഹെൽത്തി റെസിപ്പി. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുമല്ലോ. താങ്ക്